Hi lovely people, so glad you are here on Amala Mithun. Welcome to my channel. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളിൽ പലരും, അല്ലേ? എങ്കിൽ പാമ്പിനെ സഹായിച്ച തവളയുടെ കഥയായാലോ? ഒരു തവള നീണ്ട കാലമായി ഒരു ശാന്തമായ തടാകത്തിൽ ജീവിച്ചു പോരുകയായിരുന്നു. ഒരു ദിവസം തടാകത്തിന് സമീപം പരിക്കേറ്റ് കിടക്കുന്ന ഒരു കൊച്ചു പാമ്പിനെ കണ്ടു. പാമ്പിനെ എന്തെങ്കിലും പക്ഷികൾ ആക്രമിച്ചതാണെന്ന് തവളയ്ക്ക് മനസ്സിലായി. തവളയ്ക്കാണെങ്കിൽ പാമ്പിന്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാൻ തോന്നിയിരുന്നില്ല. തവള കരുണയോടെ പാമ്പിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. തവള പാമ്പിനെ തന്റെ ചെറിയ മടിത്താവളത്തിലേക്ക് കൊണ്ടുപോയി. പരുക്കുകൾ ശുശ്രൂഷ ചെയ്തും ഭക്ഷണവും നൽകി. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. പാമ്പ് സുഖം പ്രാപിച്ചു. തവളയോട് നന്ദിയും ചേർന്ന് ബന്ധവും വളർത്തി. എന്നാൽ പാമ്പിന്റെ യഥാർത്ഥ സ്വഭാവം ഇതായിരുന്നില്ല. തന്റെ ശരിയായ സ്വഭാവം പാമ്പ് പുറത്ത് കാണിച്ചിരുന്നു. അതിന്റെ ഉള്ളിൽ വിഷം നിറഞ്ഞതായിരുന്നു. എന്നാൽ തവളയ്ക്കിത് അറിയില്ലായിരുന്നു. ഒരു രാവിൽ പാമ്പിന്റെ ശരിയായ സ്വഭാവം പുറത്തു വന്നു. അഹങ്കാരത്തിന്റെ പ്രകടനമായ പാമ്പ് തന്റെ രക്ഷകനായ തവളയെ തന്നെ കടിച്ചു. വിഷം തവളയുടെ ശരീരത്തിൽ പടർന്നു. തവള തീർത്തും അവശനായി. താൻ മരിക്കാൻ പോകുകയാണെന്ന് തവളയ്ക്ക് മനസ്സിലായി. തവള അവശ നിലയിൽ പാമ്പിനോട് ചോദിച്ചു, ഇത്രയും ദിവസങ്ങൾ ഞാൻ നിന്നെ ശുശ്രൂഷിച്ചു, സംരക്ഷിച്ചു. നിന്നെ ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. എന്തിന് നീ എന്നോട് ഈ ദ്രോഹം ചെയ്തു? തവളയുടെ ചോദ്യത്തിന് പാമ്പ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ഞാനൊരു പാമ്പാണ്, ഇതെന്റെ സ്വഭാവമാണ്. പാമ്പിന്റെ മറുപടി കേട്ട തവളയ്ക്ക് തന്റെ മുറിവുകളേക്കാൾ വേദന മനസ്സിനായിരുന്നു. താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് തവളയ്ക്ക് മനസ്സിലായി. തവള മെല്ലെ കണ്ണുകൾ അടച്ചു. പാമ്പ് മുറിവേറ്റ് കടന്നപ്പോൾ തന്റെ രക്ഷകനായി വന്ന തവളയെ തന്നെ ഇരയാക്കി. ഈ കഥ മനുഷ്യബന്ധങ്ങളിലും പാഠമാണ്. ആരോടെങ്കിലും കരുണ കാണിക്കുമ്പോൾ അവരുടെ സ്വഭാവം തിരിച്ചറിയണം. വിശ്വാസം വെറും കരുണയിലല്ല, വിദഗ്ധ ചിന്തയിലും അടിയുറച്ചതായിരിക്കണം. പാമ്പിനെ സഹായിച്ച തവളയുടെ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല കഥകൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്